ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ കുട്ടികളെ വിദ്യയുടെ ആദ്യ പടവുകളിലേക്ക് ആനയിക്കുന്നത് വിദ്യാരംഭ ചടങ്ങുകളിലാണ്. അതിനായി നാം അവരെ പുരോഹിതന്മാരുടെയും ഗുരുക്കന്മാരുടെയും സന്നിധിയിൽ എത്തിക്കാറുണ്ട്. ഈ വിശുദ്ധ വേളയിൽ കുട്ടികളെ അവരുടെ കൈ പിടിച്ച് വിശുദ്ധ ഗ്രന്ഥങ്ങളിലോ അരിമണികളിലോ അക്ഷരങ്ങൾ എഴുതിച്ച് കുട്ടികളെ അനുഗ്രഹിച്ചയക്കുന്നു. പിന്നീട് എഴുത്തിൻ്റെയും വരയുടെയും ലോകത്തേക്ക് കടക്കുന്ന അവർക്ക് ആദ്യം നൽകുന്നത് സ്ലേറ്റും പെൻസിലുമാണ്. ഈ സ്ലേറ്റുകളിൽ വരുത്തുന്ന തെറ്റുകൾ മായ്ച്ചു കളയാൻ വളരെ എളുപ്പമാണ്. കുറച്ചു കാലം കഴിയുമ്പോൾ അവർക്ക് ബുക്കും പെൻസിലും ലഭിക്കുന്നു. അപ്പോഴും സംഭവിക്കുന്ന പിഴവുകൾ തിരുത്തുന്നതിനായി ആ പെൻസിലിന്റെ പിന്നിലായി ഒരു ഇറേസർ കാണും. ഇങ്ങനെ എഴുതി പഠിച്ച് വളരുന്ന അവർക്ക് ഒരു നാൾ നാം ഒരു പേന സമ്മാനിക്കുന്നു. ആ പേന കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠമുണ്ട്. ഇനി തെറ്റുകൾ മായ്ച്ചു കളയുക എന്നത് അത്ര ലളിതമല്ല. അതുവരെ വരുത്തിയിരുന്ന പിഴവുകൾ മായ്ക്കാൻ എളുപ്പമായിരുന്നു. എന്നാൽ കാലം മുന്നോട്ട് പോയതിനാൽ ഇനി തെറ്റുകൾ കൂടാതെ എഴുതുക എന്നത് സുപ്രധാനമാണ്. ഘട്ടം ഘട്ടമായുള്ള ഈ പഠന സമ്പ്രദായത്തിന്റെ മുഖ്യ ലക്ഷ്യം തെറ്റുകൾ കൂടാതെ മുന്നോട്ട് പോകാൻ കുട്ടികളെ പ്രാപ്തരാക്കുക എന്നതാണ്. ഈ കാര്യങ്ങൾ അക്ഷരാഭ്യാസത്തിന്റെ മണ്ഡലത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല. ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും ഈ ഓർമ്മപ്പെടുത്തലുകൾ നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ആദ്യകാലങ്ങളിൽ തെറ്റുകൾ പറ്റുക എന്നത് തികച്ച സ്വാഭാവികമാണ്. എങ്കിലും കാലക്രമേണ ആ തെറ്റുകൾ തിരുത്താനും തിരുത്തി മുന്നോട്ട് പോകുവാനും നാം പഠിക്കേണ്ടിയിരിക്കുന്നു. തെറ്റുകൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചാൽ അത് ജീവിതത്തിൽ നിന്ന് മായ്ച്ചു കളയുക എന്നത് തീരെ എളുപ്പമുള്ള കാര്യമായിരിക്കില്ല. ഓരോ കാലഘട്ടവും ഓരോ അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ കുറേയേറെ പാഠങ്ങൾ നൽകുന്നുണ്ട്. അതൊക്കെ ശരിയായ രീതിയിൽ മനസ്സിലാക്കി തെറ്റുകൾ ആവർത്തിക്കാതെ ജീവിതം എന്ന പാഠപുസ്തകത്തിൽ നാം വിജയം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. പരിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യയിലെ ആളുകളെ കുറിച്ച് ഇങ്ങനെ പരിഭവിക്കുന്നു: ഭക്ഷണമല്ല, പാലത്ര ഞാൻ നിങ്ങൾക്ക് തന്നത്. ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു, ഇപ്പോഴും കഴിവായിട്ടില്ല. ഇന്നും നിങ്ങൾ ജഡീകരല്ലോ. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡീകന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലയോ? ഒരുത്തൻ ഞാൻ പൗലോസിന്റെ പക്ഷക്കാരനെന്നും മറ്റൊരുത്തൻ ഞാൻ അപ്പല്ലോസിന്റെ പക്ഷക്കാരനെന്നും പറയുമ്പോൾ നിങ്ങൾ സാധാരണ മനുഷ്യരല്ലയോ? 1 കൊരിന്ത്യർ 3-ാം അധ്യായം. കൊരിന്ത്യരിൽ നിന്നും ഒട്ടും വ്യത്യസ്തരല്ല നാം എന്ന് തോന്നാറുണ്ട്. എത്ര നാൾ ഈ ജഡീക സ്വഭാവവുമായി തെറ്റുകൾ ആവർത്തിച്ച് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കും? നമുക്ക് കുറെ കൂടി വളരേണ്ടിയിരിക്കുന്നു. തെറ്റുകൾ ആവർത്തിക്കാതെ ജീവിക്കാൻ പഠിക്കേണ്ടിയിരിക്കുന്നു. ജഡീക മനുഷ്യരിൽ നിന്നും വിശുദ്ധന്മാരുടെ ഗണത്തിലേക്ക് മാറ്റപ്പെടേണ്ടിയിരിക്കുന്നു. അതിനായിട്ടല്ലോ നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. യഹോവ ദൈവമാം വിശുദ്ധ ജാതിനാം അവനവകാശമാം ജനം നാം. പരദേശികൾ നാം ഭാഗ്യശാലികൾ, ഇതുപോലൊരു ജാതിയുണ്ടോ? യഹോവ ദൈവമാം വിശുദ്ധ ജാതിനാം അവനവകാശമാം ജനം നാം. യഹോവ ദൈവമാം വിശുദ്ധ ജാതിനാം അവനവകാശമാം ജനം നാം.